നമസ്കാരം. നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് സീരീസാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉഷാ മാം നമ്മുടെ ഒപ്പമുണ്ട്. നമുക്ക് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചു. ബഡ്ജറ്റിംഗ്, എമർജൻസി, ഇൻഷുറൻസ് പ്ലാനിങ് ഇതെല്ലാവരും പറഞ്ഞു. അപ്പോൾ ഇനിയാണ് ശരിക്കും എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് മാം ക്യുക്കായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ആൻസർ പറയാം. സോ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഏത് സ്റ്റേജിലും തുടങ്ങുന്നതാണ്. നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് ഒരുപാട് പറഞ്ഞു. അതിൽ നമ്മൾ എമർജൻസി ഫണ്ടും ബഡ്ജറ്റും തീർച്ചയായിട്ടും തുടങ്ങും. അതാണല്ലോ തുടക്കം. എന്നാലേ നമുക്ക് അറിയുള്ളൂ നമുക്ക് എത്ര ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ നമുക്ക് ലോണുകളുണ്ടെങ്കിൽ അത് കമ്മിറ്റ്മെൻ്റ് ആണ്, അപ്പോൾ അത് മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞു. ഒരു SIPയിലാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്നത്. ഒരു ബിഗിനർ ആണെന്നുള്ള അസംഷനിൽ ഞാൻ പറയുകയാണ്. അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് കൺസിഡർ ചെയ്യുന്ന ഒരാൾ വരുന്നത് മാർക്കറ്റിലേക്ക്, നമ്മളെപ്പോഴും ഒരു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ സാധാരണ പറയുന്നത്. അതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് ടു കൺസിഡർ, പ്രൊവൈഡഡ് ലോങ് ടേമിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ദ സിംപ്ലസ്റ്റ് ടൈം ടെസ്റ്റഡ് മെത്തേഡാണ് ഒരു SIPയിൽ ചെയ്യുക എന്നുള്ളത്. അതിനൊരു എമൗണ്ടിനൊരു ലിമിറ്റ് ഒന്നുമില്ല. നമുക്ക് 50,000 രൂപ ഇടാം, 5 ലക്ഷം രൂപ ഇടാം, 4,000 രൂപ ഇടാം, 1,000 രൂപ ഇടാം. എത്ര വേണമെങ്കിൽ, ചെറിയ എമൗണ്ടിൽ നിന്ന് എത്ര വലിയൊരു എമൗണ്ട് വേണമെങ്കിലും നമുക്ക് SIPയിൽ നമുക്ക് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതിൽ SIP മൂലമായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ് തുടങ്ങാം. ഏത് സ്കീമുകളിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ എനിക്കൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു SIP ആണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ആദ്യത്തെ പടി ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിലേക്ക് നമ്മൾ തുടങ്ങുമ്പോൾ എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഒരു വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യവും, ഒരു കോംപ്ലിക്കേഷനും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളത് ചെയ്ത് കണ്ടിന്യൂവും ചെയ്യും. ഒരുപാട് ആൾക്കാർ ആ ഒരു ബിഹേവിയർ കണ്ടിന്യൂ ചെയ്യും SIPയിൽ തുടങ്ങുകയാണെങ്കിൽ. ഡിസിപ്ലിൻ നിൽക്കും. SIP എല്ലാവർക്കും അറിയാൻ പറ്റും നമ്മുടെ ഓഡിയൻസ്. എന്നാലും ഇത് മാസമോ അല്ലെങ്കിൽ ഡെയിലിയോ അല്ലെങ്കിൽ വീക്കിലിയോ നമുക്കൊരു ടൈം പറയാം. എന്നിട്ട് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിൽ നിന്ന് പൈസ ഡെഡക്റ്റ് ചെയ്തിട്ട് ഏതാണോ ഇൻവെസ്റ്റ്മെൻറ്റ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് SIP എന്ന് പറയുന്നത്. നമ്മുടെ പണ്ടത്തെ RDനെ വേണമെങ്കിൽ പെടുത്താം, മ്യൂച്വൽ ഫണ്ടിന് ഡെഫിനറ്റ്ലി പെടുത്താം. RDയുടെ ഈക്വലൻ്റ് ആണ് മ്യൂച്വൽ ഫണ്ടിൽ വരുന്ന ആ ഒരു ഇതാണ് SIP എന്ന് പറയുന്നത്. ഈവൻ സ്റ്റോക്കിൽ ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഈവൻ നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും മ്യൂച്വൽ ഫണ്ടിലും നമ്മുടെ ആൾക്കാർക്കുള്ളൊരു സംശയമുണ്ട്, സ്റ്റോക്ക് മാത്രമാണോ? അതല്ല, ഗോൾഡിൽ വേണമെങ്കിൽ ചെയ്യാം, സിൽവറിൽ വേണമെങ്കിൽ ചെയ്യാം, FDക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഡെറ്റ് ഫണ്ടുകളിൽ. അപ്പോൾ ഇതെല്ലാവരും പോസിബിളാണ്. അപ്പോൾ പലപ്പോഴും എമർജൻസി ഫണ്ട് എത്തിക്കാനായിട്ട് എല്ലാവരും സംശയമാണ്, എങ്ങനെ പറ്റും? ഒരു എത്രയാണോ മാസം മാറ്റി വയ്ക്കാൻ പറ്റുന്നത് ആ പൈസ ഡെറ്റ് പ്രൊഡക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ എമർജൻസി ഫണ്ട് ടാർഗറ്റ് ചെയ്യാൻ അത്ര എത്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ആർ ഡൺ വിത്ത് യുവർ എമർജൻസി ഫണ്ട്. ഇനി ഇതിൽ നമ്മളിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒത്തിരി ഡ്രീമുകളുണ്ടാവും. അപ്പോൾ ആ ഡ്രീം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് മനസ്സിലാവും വൈ എന്നുള്ളതിനെ കുറിച്ചിട്ട്, അല്ലേ? അപ്പോൾ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരും. അപ്പോൾ ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് പറയുകയാണെങ്കിലും എന്തെങ്കിലും മാമിൻ്റെ കുറേ എക്സാമ്പിളുകളൊന്ന് പറയാമോ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിങ്ങിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ? അതെ, അത് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഗോളിൽ റീച്ച് ചെയ്യാനാണ്. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു ഒരു മുഖ്യ ഘടകം തന്നെ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ആണ്. അതാണ് ഒരു സാധാരണ മനുഷ്യൻ, അതാണ് ലൈഫിൽ ആവശ്യവും. നമുക്ക് പല പല ഗോൾസ് ഉണ്ട്. ഒരു നോർമലായിട്ട് നമ്മൾ തിങ്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ ചിലപ്പോൾ മാരീഡ് ആയി, അപ്പോൾ കുറച്ച് എന്തെങ്കിലും ഒരു ട്രാവൽ ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഗോൾ വന്നു. അല്ലെങ്കിൽ കുട്ടികളുണ്ടായിക്കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് ഗോൾസ് ഉണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. എഡ്യൂക്കേഷനുണ്ട്, കല്യാണമുണ്ട്, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യുക എന്നുള്ളതുണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിനെല്ലാം കൂടെ നമ്മൾ നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകണം. നമുക്കൊരു വീട് മേടിക്കണം. അപ്പോൾ ഒരു സാധാരണ ഏതൊരു ആളുടെയും, അത് ഇന്ത്യൻ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ഒരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമാണ് നമുക്ക് മേലെ ഒരു കൂര എന്നുള്ളത്, അതൊരു നല്ലൊരു വീട് എന്നുള്ളത് എല്ലാവരുടെയും ഡ്രീമാണത്. അപ്പോൾ ഒരു ഹോം ബേസ്ഡ് ഗോൾ പ്ലാൻ, ഹോം പർച്ചേസ് ഗോൾ പ്ലാനിങ് ഉണ്ട്. കാർ വാങ്ങുക എന്നുള്ളത്, ഒരു വെഹിക്കിൾ ഓൺ ചെയ്യുക എന്നുള്ളത്, റിട്ടയർമെൻറ്റ് പ്ലാനിങ് എന്നുള്ളത്, ഇതെല്ലാം ലൈഫിൽ നമ്മൾ ഏതൊരാളോടും ഞാനെപ്പോഴും പറയുന്ന ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മനുഷ്യനോട് ചോദിച്ചാൽ പറയുന്ന കാര്യങ്ങളാണ്. ഇത് പറയാതെ ഇരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഒരു പക്ഷേ സാമാന്യ ബുദ്ധി നോട്ട് ബോതേർഡ് അങ്ങനെയുള്ളൊരു മനുഷ്യരായിരിക്കും. പക്ഷെ നമ്മൾ അവരെ പറ്റി അല്ലല്ലോ സംസാരിക്കുന്നത്. നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്ന ഒരു നോർമൽ സീരിയസ് ആയിട്ടുള്ള വ്യൂവേഴ്സാണ്. അപ്പോൾ എല്ലാവർക്കും നമുക്ക് ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളാണിത്. 25 വയസ്സിൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചാൽ വളരെ നല്ലത്. ചിലപ്പോൾ 40 വയസ്സായിട്ടായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ നീഡ്സ് ഒന്നും തന്നെ നമ്മുടെ മാറുന്നില്ല. അപ്പോൾ ഇതാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലെ ഒരു ലൈഫ് സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓരോ കാര്യത്തിനും നമുക്ക് പ്രത്യേകം തുകകളും അതിൻ്റെ എന്താണ് നമ്മുടെ അംബിഷൻ അനുസരിച്ച് നമ്മൾ വേണം. പക്ഷെ ഇത് കേൾക്കുമ്പോൾ തോന്നുമോ ഇതിനൊക്കെ ഞാൻ മാറ്റി, അങ്ങനെയല്ല പറയുന്നത്. നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സർപ്ലസ്
ഉണ്ടാക്കിയിട്ട് ഇതിനെ എല്ലാത്തിലേക്കും വേണ്ടി നമ്മൾ ബൈഫർക്കേറ്റ് ചെയ്ത് പറയുകയാണോ ഈ SIP ഞാൻ ചെയ്യുന്നത് എൻ്റെ കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടിയാണ്, ഇത് എൻ്റെ റിട്ടയർമെൻറ്റ് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇതെനിക്ക് ഒരു 5 കൊല്ലം കഴിയുമ്പോൾ ഒരു വീട് മേടിക്കണം, അപ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റീരിയറിന് വേണ്ടി ഞാൻ മാറ്റിവെക്കുന്ന പൈസയാണ്. ഓരോ ഗോളിനും വേണ്ടിയാണ് നമ്മൾ പ്ലാനിങ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്ലാനറെ കാണുമ്പോൾ ആ ഓരോ ഗോളിനെ കുറിച്ചും എത്രയാണ് നമുക്ക് അതിന് വേണ്ടി സ്വരൂപിക്കേണ്ട പൈസ എന്നുള്ളത്, അല്ലെങ്കിൽ എമൗണ്ട് എത്രയാണെന്ന്. ഇപ്പോൾ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ ആണെങ്കിൽ ഒരു 12 കൊല്ലം ഒരു കുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം നമുക്കറിയാം ഏതൊക്കെ തരം സ്കൂളിലാണ് നിങ്ങളുടെ കുട്ടി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത്. പലപ്പോഴും നമ്മൾ അത്രയും ഏർലിയൊന്നും ആയിരിക്കില്ല അത് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ 12 കൊല്ലം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യണമെങ്കിൽ കുട്ടിയെ നഴ്സറി സ്കൂളിൽ ചേർക്കുമ്പോൾ അതിൽ നമ്മൾ പ്ലാൻ ചെയ്യണതായിരിക്കണം. എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ളത് നിഖിൽ പലരും അത്രയൊന്നും ഏർലി ആയിട്ട് തിങ്ക് ചെയ്യുന്നില്ല. പക്ഷേ ഇതൊക്കെ കണ്ട് ആൾക്കാർക്കത് മനസ്സിലായി തിങ്ക് ചെയ്യുമെങ്കിൽ അത്രയും നല്ലതെന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പം അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിനെ കുറിച്ച് പലരും ചിന്തിക്കുന്നത് 40-45 വയസ്സായിട്ടായിരിക്കും. എന്നാൽ നമ്മൾ ജോലി തുടങ്ങുന്നത് 25-26 വയസ്സിലായിരിക്കും, അല്ലെങ്കിൽ 23 വയസ്സിലായിരിക്കും. അന്ന് മുതലേ റിട്ടയർമെൻറ്റ് വരും എന്നുള്ള ഒരു വിദൂര ഇതാണെങ്കിലും അത് മനസ്സിലാക്കി ചെയ്യുന്നതിൽ വളരെ നല്ലതാണ്. ഡിഫിക്കൾട്ടാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. ബട്ട് ഇഫ് യു ക്യാൻ ഡു ഇറ്റ് വെരി ഗുഡ്. പക്ഷെ അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കി അതിനൊരു എമൗണ്ട് ഉണ്ടാവണം അതിനൊക്കെയാണ് പ്ലാനറുടെ ഹെൽപ്പ്. കാരണം ഞാൻ ഇന്നൊരു 25 വയസ്സുള്ള ഒരാളാണെങ്കിൽ എനിക്ക് 50 വയസ്സിൽ റിട്ടയർ ചെയ്യാൻ എന്ത് വേണം എന്നുള്ളത് എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് യാതൊരു ധാരണയില്ല. പക്ഷെ തീർച്ചയായിട്ടും ഒരു പ്ലാനർക്ക് അത് അറിയാം. എന്താ അതിനൊരു സയൻസ് ഉണ്ട്. ആ സയൻസ് പഠിച്ചിട്ടുള്ള ഒരാളാണ് ആ പ്ലാനർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മളൊരു പ്ലാനറെ സമീപിക്കൂ, അവരോട് ഡിസ്കസ് ചെയ്യൂ എന്ന് നമ്മൾ പറയുന്നത്. ഈവൻ നമുക്ക് ശരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളാണ്, കുട്ടികളൊക്കെ ഉള്ള ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് എന്താ പറയുക, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഇപ്പോൾ ഡിഗ്രിക്കാണെങ്കിലും PGക്കും പെടുന്നുണ്ടെങ്കിൽ അത് എത്രയെന്നുള്ളത് പ്ലാൻ ചെയ്യുക. പിന്നെ ഈവൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് തന്നെ അറിയാൻ പറ്റും, നമ്മൾ ഒരു എഞ്ചിനീയറിങ്ങിനോടാണെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈസി ആയിട്ട് 10-15 ലക്ഷം വരും. കറക്റ്റ്. ഇനി ഒരു 10 കൊല്ലം ഉണ്ടെങ്കിൽ അത് ഇൻഫ്ലേഷൻ വെച്ച് ഡബിൾ ആയിട്ടുണ്ടാവും. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതിന് എത്രയാണോ മാസം ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം. അതെ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചില കേസിലൊക്കെ കാണുന്ന കുട്ടികളെ കൊണ്ട് എഡ്യൂക്കേഷൻ ലോൺ എടുപ്പിക്കുക, പിന്നെ അതിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുക. അതൊക്കെ നമുക്ക് അവോയ്ഡബിൾ ആണ്. കാരണം നമ്മൾ തീരെ ഒരു ഇതില്ലാതെ ഒരു ഫാമിലി നല്ലല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അത് നിഖിലിൻ്റെ എക്സ്പീരിയൻസും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ. ബിക്കോസ് യു ഓൾസോ മീറ്റ് സോ മെനി ക്ലയൻസ്, എങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളത്. അതെ. ഈവൻ ചിലപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇതിൽ കുട്ടികളുടെ കല്യാണം എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്കാ, വേണോ വേണ്ടേന്നുള്ളത്. വേണോ വേണ്ടെന്നല്ല, പേരൻസ് ഫണ്ട് ചെയ്യണോ എന്നുള്ളത്. അപ്പോൾ അതൊരു പ്രോഗ്രസീവ് സൊസൈറ്റിയുടെ ഭാഗമാണെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മുടെയൊക്കെ പേരൻസാണ് നമ്മുടെ കല്യാണമൊക്കെ നടത്തി തന്നിരിക്കുന്നത്. പക്ഷേ ഇവിടത്തേക്ക് ഒരു അവസ്ഥയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും പറഞ്ഞ കുട്ടികളുടെ കല്യാണം നടത്തണ്ട. ഇപ്പം ചിലവർ പറയും പെൺകുട്ടികളെ നടത്തി കൊടുക്കും, ആൺപിള്ളേരെ നടത്തി കൊടുക്കില്ല. അപ്പോൾ സോ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ് വൺ വേ. കാരണം കുട്ടികൾ മെച്ചൂർഡ് ആവും. അതേപോലെ തന്നെ ഇവർക്ക് ആ പൈസ റിട്ടയർമെന്റ് ഫണ്ടിലേക്ക് മാറ്റാൻ പറ്റും. തീർച്ചയായിട്ടും അത് കാണുന്നുണ്ട് ഇപ്പോൾ. അതായത് ഇപ്പോൾ ഒരു 2 കുട്ടികൾ അവർ എസ്പെഷ്യലി ഇപ്പോൾ അറിഞ്ഞ് പരിചയപ്പെട്ട് കല്യാണം 4-5 കൊല്ലം കഴിഞ്ഞിട്ട് കഴിക്കണമെന്ന് പറയുന്നതാണെങ്കിൽ ഐ ഹാവ് സീൻ കേസസ്. അവർ തന്നെ അതിനു വേണ്ടി സേവ് ചെയ്തിട്ട് അതിൽ നിന്നും എടുത്ത ഒരു പൈസ വെച്ച് അവർ ഇപ്പം, കാരണം പല കല്യാണങ്ങളും ഇപ്പം നമ്മൾ കാണുന്നത് എസ്പെഷ്യലി ഈ സോഷ്യൽ മീഡിയയുടെ ഒരു ഈറയിൽ ഭയങ്കര ധാം ധൂം എന്നൊക്കെ പറയാമല്ലോ നമുക്ക്. അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ അവർ തന്നെ ഫണ്ട് ചെയ്യാമെന്ന് പറയുന്നവരുണ്ട്. അല്ലാതെ ഒന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് മതി എന്ന് പറയുന്നവരും ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു കോൺസെപ്റ്റാണ്, അതൊരു പ്രോഗ്രസീവ് തിങ്കിങ് ആണ്. അത് ഇവൻ നമുക്കറിയാലോ എത്ര ഫണ്ട് വെക്കണം എന്നുള്ളത്. കറക്റ്റ്. അങ്ങനെ ഉള്ളത്. പിന്നെ പേരൻസിന്റെ ആഗ്രഹമാണ് ഇത്രയും ഗ്രാൻഡ് ആയിട്ട് ദേശത്തെ ഏറ്റവും വലിയ കല്യാണമായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യം. അങ്ങനെയാണ് ഡെഫിനറ്റ്ലി യു ഹാവ് ടു പ്ലാൻ ഫോർ ഇറ്റ്. അപ്പോൾ അതിന് നമുക്ക് എത്ര ഗിഫ്റ്റ് കൊടുക്കണം, എത്ര സ്പെൻഡ് ചെയ്യണം, മറ്റുള്ള സെലിബ്രേഷൻ എത്ര സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് ഇതെല്ലാം കണക്കാക്കിയിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇത് ഞാനിപ്പോൾ പേഴ്സണലായിട്ട് ഞാൻ പല കേസിലും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. കല്യാണം നടത്തി, അതായത് ഞാൻ പറയുന്ന ഈ ഒരു കഴിഞ്ഞ 10-12 കൊല്ലത്തിൽ പരിചയപ്പെട്ട ചില കേസുകളിൽ ഞാൻ പറയുന്നതാണ്, അവർക്ക് കടമുണ്ട്. കാരണം വളരെ ഗ്രാൻഡായിട്ടും ലാവിഷായിട്ടും കല്യാണം നടത്തേണ്ടി വന്നു. നടത്തി കഴിഞ്ഞിട്ട് ലോൺ എടുത്തേക്കാണ്. അപ്പോൾ ഈ 55 വയസ്സായ ഫാദറോ പേരൻസ് ആണ് ഈ ലോൺ തിരിച്ചടയ്ക്കുന്നത്. അവരുടെ റിട്ടയർമെന്റ് ഭയങ്കരമായിട്ട് ബാധിക്കും. അത് പ്ലാനിങ് ഇല്ലാതെ ചെയ്തതുകൊണ്ടും ആ സ്റ്റേജിൽ അത് ലാവിഷായിട്ട് നടത്താനുള്ളൊരു പ്രഷർ വന്നതുകൊണ്ടും ഒക്കെയാണ് ഇത് വന്നു പോകുന്നത്. അതെല്ലാം തീർച്ചയായിട്ടും നമ്മൾ ഏർലി ആയിട്ട് തിങ്ക് ചെയ്താൽ അവോയ്ഡബിൾ ആണ്. ഈവൻ നമുക്ക് പറ്റിപ്പോണെന്ന് വെച്ചാൽ ഇപ്പോൾ NRIs അല്ലെങ്കിൽ
ഗവൺമെൻറ് സർവൻസ് അവർക്കൊക്കെ ശരിക്കും പല ആൾക്കാരും PF ഫണ്ട് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ഫണ്ടൊക്കെ ഇതിനു വേണ്ടിയിട്ടായിരിക്കും അവർ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. ദാറ്റ് ഈസ് എ ബിഗ് പ്രോബ്ലം. കാരണം അവരുടെ ആ റിട്ടയർമെന്റിലേക്കുള്ള കോർപ്പസാണ് അവർ സ്പെൻഡ് ചെയ്യുന്നത്. അത് ഹാസ് ടു ബി ഫോർ റിട്ടയർമെന്റ്. തീർച്ചയായിട്ടും. അപ്പോൾ ഈവൻ നമുക്കിപ്പോൾ ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഇപ്പോഴുള്ളൊരു കൺഫ്യൂഷനാണ് ഈ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ പലപ്പോഴും നമുക്ക് സുകന്യ സമൃദ്ധി പോലത്തെ ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പം നമുക്കതിൽ എന്താണ് മാമിൻ്റെ ഒരു കോൾ? നമുക്ക് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ ഇങ്ങനത്തെ ട്രഡീഷണൽ ഇത് മാത്രം നമ്മൾ നോക്കേണ്ടതാണ് നല്ലത്, അതോ നമുക്ക് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിലും നമുക്ക് എത്രമാത്രം എന്തായിരിക്കും അലോക്കേഷൻ നമുക്ക് വേണ്ടത്? അപ്പം ഞാൻ പറയുന്ന അങ്ങനെയുള്ള സ്കീമുകൾ നല്ലതാണ്. പണ്ട് നമ്മൾ അതിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനേക്കാളും ഒക്കെ ഇന്ന് വളരെ നല്ല റിട്ടേണും ലിക്വിഡിറ്റിയും ഒരു ബെറ്റർ ട്രാൻസ്പെറൻറ്റ് മാനേജ്മെൻറ്റും ഉള്ളത് മ്യൂച്വൽ ഫണ്ട്സാണ്. ഞാൻ ഒരു പക്ഷേ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് എനിക്ക് അതിനോടൊരു ചെറിയ രീതിയിലുള്ള കോൺഫിഡൻസും ഉണ്ട്, നല്ല രീതിയിലുള്ളൊരു കോൺഫിഡൻസും ഉണ്ട്. ഒരു ചെറിയ മേ ബി ഒരു ചായ്വ് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് നമ്മുടെ എല്ലാ പ്രോബ്ലത്തിനും സൊല്യൂഷൻസ് ആണ്. മ്യൂച്വൽ ഫണ്ടിൽ റിട്ടയർമെൻറ്റ് ഫണ്ട്സ് ഉണ്ട്, അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ എത്രയോ കാലം വേണമെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അതേപോലെ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ടിലുണ്ട്. ഇതെല്ലാം വളരെ നോർമൽ എക്സ്പെൻസ് റേഷ്യോയിൽ നടക്കുന്ന ഫണ്ടുകളാണ്. നല്ല രീതിയിൽ ലോങ് ടേം ഫണ്ട് മാനേജേഴ്സ്, പ്രൊഫഷണൽ മാനേജേഴ്സ് മാനേജ് ചെയ്യുന്നതാണ്. ആസ് എ ക്ലയൻറ്റ് നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഒരു കമ്മിറ്റ്മെൻറ്റ് വെച്ച് അതിലൊരു SIP തുടങ്ങിയാൽ അതിനെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. നല്ല രീതിയിൽ നടന്ന ഹിസ്റ്ററിയുള്ള ഫണ്ടുകളുണ്ട് നമുക്ക്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. ഇപ്പോൾ ഒരു 20 കൊല്ലമായിട്ടുള്ളൊരു റിട്ടയർമെൻറ്റ് സ്കീമാണ്, അതെങ്ങനെയൊക്കെ മാനേജ് ചെയ്തിട്ടുണ്ടെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. 20 കൊല്ലം 25 കൊല്ലം മുമ്പ് നമുക്കതൊരു പുതിയ കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പോൾ നമുക്കത് അറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് നമുക്കത് മനസ്സിലാക്കാം. അതിൻ്റെ ഡേറ്റയുണ്ട്. അങ്ങനെ ഒരുപാട് ഫണ്ടുകളുണ്ട്. അല്ലെങ്കിൽ ഒരു നല്ല ഫ്ലെക്സി ക്യാപ് ഫണ്ടുണ്ട്, മൾട്ടി ക്യാപ് ഫണ്ടുകളുണ്ട്, ലാർജ് ആൻഡ് മിഡ് ക്യാപ് ഫണ്ട്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ ഒരു നല്ല രീതിയിൽ ഒരു ക്ലയൻറ്റിന്, ഒരു സാധാരണ ക്ലയൻറ്റിന് ഈ പറഞ്ഞ ഗോളുകളെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റിയ സ്കീമുകളാണ്. ഇപ്പം ഞാനൊരു കുട്ടിയുടെ എഡ്യൂക്കേഷന് വേണ്ടി പൈസ ഇടണം, ഒരു റിട്ടയർമെൻറ്റിന് പ്ലാൻ ചെയ്യണം, എനിക്കൊരു വീട് മേടിക്കാൻ പ്ലാൻ ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 3 കാര്യങ്ങൾക്ക് ആവശ്യങ്ങൾ പലതാണ്. പക്ഷേ ഈ 3 കാര്യങ്ങൾക്കും മരുന്ന് ഒന്നാണ്. ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് എടുത്താൽ എൻ്റെ കാര്യം നടന്നു കിട്ടും. അല്ല, എനിക്ക് ഒരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് എൻ്റെ വീട് മേടിക്കാനുള്ള സ്വപ്നത്തിന് വേണ്ടി ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എൻ്റെ കുട്ടിക്ക് വേണ്ടി ഞാനൊരു ചിൽഡ്രൻ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. റിട്ടയർമെൻറ്റ് ഫണ്ട് ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റ് ഫണ്ട് ഒരു ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിലിടുന്നു. അതിനും യാതൊരു കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും ആ രീതി എന്നുള്ളത് SIPയോ അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റോ ചെയ്ത് ഒരു പ്ലാനറുമായിട്ടുള്ള ഡിസ്കഷനിൽ ഇതിൽ ഏത് ഫോർമാറ്റ് ചെയ്താലും കുഴപ്പമില്ല. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതേ നമ്മൾ പറയുന്നുള്ളൂ. അത് എവിടെ നിന്ന് മേടിച്ചു, ആരുണ്ടാക്കി എന്നുള്ളതല്ല. വീട്ടിൽ കുക്ക് ചെയ്ത ഫുഡാണെങ്കിൽ നല്ല ഫുഡ് എന്നുള്ളത് ആ ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പറയുന്നത്. ഓക്കെ. ഈവൻ നമുക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ കല്യാണത്തിനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല ആൾക്കാരും ചെയ്യണ കാര്യം വെച്ചാൽ ഒത്തിരി ഇൻഷുറൻസ് ലിങ്ക്ഡ് പ്രൊഡക്റ്റുകൾ വാങ്ങി വയ്ക്കും. അപ്പോൾ അതിൽ തന്നെ കുറേ ചിൽഡ്രൻസ് പ്ലാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിട്ടേൺ ഭയങ്കരമായിട്ട് കുറവായിരിക്കും. എസ്പെഷ്യലി അവിടെ ഇൻഷുറൻസ് കവറേജിനേക്കാൾ ഉപരി നമുക്ക് ആ കൺസിസ്റ്റന്റ് റിട്ടേൺ ആണ് ആവശ്യം. പലപ്പോഴും കൺസിസ്റ്റന്റ് റിട്ടേൺ തന്നെ കൺഫ്യൂഷനാണ്. കാരണം നമ്മൾക്ക് അവിടെ വേണ്ടത് കോർപ്പസ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാന്നുള്ളത്. തീർച്ചയായിട്ടും. അല്ലാതെ നമുക്ക് അവിടെ പ്രൊട്ടക്ഷൻ അല്ല ആവശ്യം. കാരണം നമുക്ക് ഈസി ആയിട്ട് 15 വർഷമൊക്കെ ഉണ്ടാവും, 12 വർഷമൊക്കെ ഉണ്ടാവും. പിന്നെ അപ്പോൾ ഇതും പലപ്പോഴും നമുക്ക് മിസ് ചെയ്ത് പോകുന്ന കാര്യമാണ്. അപ്പോൾ ഇതിലെല്ലാം വരുന്ന എന്താണെന്ന് വെച്ചാൽ നിഖിൽ, ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ റിട്ടയർമെൻറ്റ്, കല്യാണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു മനുഷ്യൻ്റെ സ്വപ്നമാണ്, അല്ലെങ്കിൽ ഒരു വീട് മേടിക്കുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇമോഷനെ ലിങ്ക് ചെയ്താണ് നമ്മൾ ഇൻവെസ്റ്റിംഗ് പറയുന്നത്. അത് ഒരു സയൻസുമാണത്. കാരണം ഞാനിപ്പോൾ എൻ്റെ ഒരു കുട്ടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പഠിത്തത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ എനിക്കത് വിഡ്രോ ചെയ്യാനൊരു വിഷമമുണ്ട്. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എൻ്റെ മകളോ മകനോ പഠിക്കുകയാണ്, അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി ഞാൻ ചെയ്തതാണ്. അത് നിർത്തില്ല. ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് കണ്ടിന്യൂ ചെയ്യട്ടെ, വേറെ എന്തെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇമോഷനെയാണ് നമ്മൾ ഒരു കസ്റ്റമർക്ക് വേണ്ടി ചെയ്യുന്നത്. പക്ഷെ അതിനെ കൂടുതൽ മാർക്കറ്റ് ചെയ്ത് ഒരു ചെറിയ റിട്ടേൺ കിട്ടുന്ന രീതിയിൽ സ്കീമുകളിലേക്ക് പോവുകയാണെങ്കിൽ അത് കസ്റ്റമർ മനസ്സിലാക്കാതെ ചെയ്യുന്നതുകൊണ്ട് വരുന്ന ഒരു അബദ്ധമാണ്. ഇതെല്ലാം 10 കൊല്ലവും 12 കൊല്ലവും കഴിഞ്ഞിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറയും വളരെ ഗാഢമായിട്ട് മ്യൂച്വൽ ഫണ്ടാണ് അതിൻ്റെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്നേ ഞാൻ പറയൂ. We have time and it is a proven track record. അതിൽ നല്ലൊരു മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട്, പ്രൊഫഷണൽ മാനേജേഴ്സ് ചെയ്യുന്ന ഒന്നാണ്. ഓൺലി പ്രോബ്ലം ഇസ് ആ കസ്റ്റമർ അത് കമ്മിറ്റ്മെൻ്റ് കൊടുക്കണം. ഇത്രയും കൊല്ലത്തേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തോളാം, എഴുതി കൊടുക്കുകയല്ല, പക്ഷെ മനസ്സിലെങ്കിലും പറയണം ഇത് ഞാൻ
നിർത്തില്ല, അല്ലെങ്കിൽ ഈ SIP കണ്ടിന്യൂ ചെയ്യും എന്നുള്ളത്. അങ്ങനെ ചെയ്താൽ there is no comparison on the wealth creation. ഓക്കെ. ഈവൻ പലപ്പോഴും ഈ നമ്മൾ ഈ ഗോൾഡ് ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് ചെയ്യുന്ന ടൈമിൽ നമുക്കുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ഗോള് അടുത്ത കുട്ടിയുടെ 17ാമത്തെ വയസ്സിൽ വരുന്നത്. നമുക്ക് 15 ദിവസമാകുമ്പോൾ തുടങ്ങിയിട്ട് വേണമെങ്കിൽ ഒന്ന് എക്സിറ്റ് ചെയ്തിട്ട് യു ഡോണ്ട് ഹാവ് ടു വെയിറ്റ് ഫോർ ദ മാർക്കറ്റ് ടു ബിഹേവ്. തീർച്ചയായിട്ടും അതും പ്ലാനേഴ്സ് ചെയ്യുന്നതാണ്. 18 വയസ്സിലാണ് നിങ്ങളിത് പ്ലാൻ ചെയ്തിരുന്നത്, കുട്ടി ഇപ്പോൾ +2 പഠിക്കുകയാണ്, എന്നാൽ നമുക്ക് ഇന്ന് ഇതെല്ലാം കൂടി എടുത്ത് ഒരു ലിക്വിഡ് ഫണ്ടിലോ എന്തിലെങ്കിലും ഇട്ട് അല്ലെങ്കിൽ ബാങ്ക് FDയിലേക്ക് മാറ്റാം. എന്നിട്ട് അടുത്ത കൊല്ലം നിങ്ങൾ ഡിസൈഡ് ചെയ്യൂ ആ കുട്ടിയുടെ പഠിത്തം വെളിയിൽ പോകുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൊഫഷണൽ കോഴ്സിന് ചേരുകയാണോ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് നമുക്ക് മാറ്റാമെന്നുള്ളതും. മിക്കവാറും എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണെങ്കിൽ ആ 18 വയസ്സാകുമ്പോഴത്തേക്കും 4 കൊല്ലത്തെ കോഴ്സ് 4 കുട്ടികളെ പഠിപ്പിക്കാനുള്ള വെൽത്ത് ചിലപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കാണും. അപ്പോൾ നമ്മുടെ ഒരു ഡെറ്റ് ഫ്രീ എന്ന് മാത്രമല്ല, 1 അല്ല 3 കുട്ടികളെയും കൂടെ അഡീഷണൽ പഠിപ്പിക്കാം എന്നുള്ളതാണ് സാധാരണ കണ്ടിട്ടുള്ളത്, ചെയ്തിട്ടുള്ള ഒരാളുടെ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ. പക്ഷെ പലരും അത് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ ലാസ്റ്റ് ട്രാക്ക് തെറ്റി പോകും പലപ്പോഴും. അല്ലെങ്കിൽ ഇത്രയും പൈസ വരുമ്പോൾ നമുക്ക് ഒരു വീട് വാങ്ങാനൊക്കെ തോന്നിപ്പോകും. അതും പ്രശ്നം. ഇവൻ ഇനി വീടിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ മാരേജൊക്കെ നമുക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് പറഞ്ഞ്, അതോടൊപ്പം തന്നെ നമുക്ക് ഉള്ള കാര്യം വെച്ചാൽ വീട് വാങ്ങാനായിട്ട് നമുക്ക് ഭയങ്കര ഒരു പ്രഷറാണ്. ഒന്ന് വീടായില്ല, അതേപോലെ തന്നെ കാറ് ഭയങ്കര ഒരു പ്രശ്നമാണ്. കാരണം നമ്മൾ ഏത് കാറ് ഓടിക്കുന്നു എന്നുള്ളത് നമ്മൾ ജഡ്ജ് ചെയ്യണ ഭയങ്കര സാധനമാണ്. അപ്പോൾ ഈവൻ വീടിൻ്റെ കേസിൽ ഒരു ഹോം പർച്ചേസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമിൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്? ഹോം പർച്ചേസ് പറയുകയാണെങ്കിൽ അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണ്. ഒരു വീട് വേണം, തീർച്ചയായിട്ടും ഒരു മനുഷ്യന് ഒരു വീട് വേണം എന്നുള്ളത് ഒരു സ്വപ്നം മാത്രമല്ല, അതൊരു നീഡാണ് അല്ലേ. നമുക്കല്ലാതെ എങ്ങനെ നമ്മൾ വാടകയ്ക്കൊക്കെ കുറച്ച് കാലമൊക്കെ താമസിക്കാം, പക്ഷേ ഒരു മനുഷ്യന് ആവശ്യമാണത് ഒരു വീട് എന്നുള്ളത്. അത് ഇപ്പോൾ എത്ര ഏർലി പ്രഷർ ഇട്ട് നമ്മൾ മേടിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇതിൽ വരുന്നത് ഫാമിലിയിൽ നിന്ന് പ്രഷറാണ് വരുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ജോലിയായി, കല്യാണം കഴിഞ്ഞില്ല എന്ന് തന്നെ വെച്ചോളൂ, എന്നാലും ഒരു വീടിൽ ഇൻവെസ്റ്റ് ചെയ്യൂ എന്നുള്ളതാണ് മിക്കവാറും പേരൻസ് പറഞ്ഞു കൊടുക്കുന്ന ഒരു അഡ്വൈസ്. അതേപോലെ മാരീഡ് ആണെങ്കിലോ ഇനിയിപ്പോൾ ഉടനെ തന്നെ ഒരു വീട് മേടിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഒരു ഏർലി സ്റ്റേജ് ഓഫ് ലൈഫിൽ നമ്മളൊരു പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് പലപ്പോഴും അത് ലോൺ ഇല്ലാതെ പറ്റുന്നില്ല എന്ന് ഒരിക്കലും പറ്റില്ല. കാരണം നമ്മൾ സേവ് ചെയ്തിട്ടില്ലല്ലോ അത്രയും ഒരു ഇനീഷ്യൽ എമൗണ്ട്. ഇന്നിപ്പോൾ ഏതൊരു വീട് നോക്കിയാലും ഒരു ചുരുങ്ങിയ രീതിയിലൊരു കേരളത്തിലെ ഏതൊരു സെറ്റപ്പിൽ നോക്കിയാലും അത് നമുക്ക് ഒരു നല്ലൊരു തുക അതിനാവുന്നതാണ്, ലക്ഷറിക്കൊന്നും പോയില്ലെങ്കിൽ പോലും. അപ്പോൾ അത്രയും പൈസ നമ്മുടെ കയ്യിൽ മൊത്തം എടുക്കാനായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് ലോൺ എടുത്ത് മേടിക്കേണ്ടി വരും. ഒരു ഫിനാൻഷ്യൽ പ്ലാനർ അല്ലെങ്കിൽ ഒട്ടും ഇമോഷൻ ഇല്ലാതെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ ഒരു പക്ഷേ നിങ്ങൾ SIP ചെയ്യൂ, എന്നിട്ട് ഒരു 10 കൊല്ലം 15 കൊല്ലം വെയിറ്റ് ചെയ്യൂ, അതൊരു നല്ലൊരു കോർപ്പസ് ആവട്ടെ, എന്നിട്ട് വീട് മേടിക്കാം. അതുവരെ യു സ്റ്റേ ഓൺ റെൻറ്റ് എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യലി പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ. കാരണം നമുക്കറിയാലോ അത് റെൻ്റൽ ഈൽഡൊക്കെ വളരെ കുറഞ്ഞൊരു ഇതാണ്. പക്ഷെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല, കാരണം അതൊരു പറഞ്ഞാലും അത് പലർക്കും സ്വീകാര്യമായിരിക്കില്ല, പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രഷറിനെ അതിജീവിക്കാൻ പറ്റില്ലായിരിക്കാം. അല്ലെങ്കിൽ ഓരോ സിറ്റിയിൽ പോകുമ്പോൾ നമ്മളോട് 3 കൊല്ലം കൂടുമ്പോൾ വീട് മാറാൻ ആരെങ്കിലും പറഞ്ഞാൽ, ലാൻഡ് ലോർഡ് പറഞ്ഞാൽ നമുക്കത് മാറാൻ ബുദ്ധിമുട്ട്. അപ്പോൾ അസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു നമ്മുടെ രീതിക്കൊത്ത് ഒരുപാട് ആർഭാടം കാണിക്കാതെ ഒരു എത്ര മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നാൽ തരക്കേടില്ലാത്ത ഒരു EMI എടുക്കുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ ലോൺ റീപേ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിന് പാരലായിട്ട് ഒരു SIP നമ്മൾ തുടങ്ങുകയാണ്, കുറച്ച് മറ്റുള്ള ചിലവുകൾ ചുരുക്കി ഒരു SIPയും കൂടെ തുടങ്ങുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ലോൺ 20 കൊല്ലത്തേക്ക് എടുത്ത ലോൺ നമുക്ക് ചിലപ്പോൾ 15 കൊല്ലം കൊണ്ട് വീട്ടാൻ പറ്റും. അത്രയും ഏർലി വീടുകയാണെങ്കിൽ നമ്മൾ അത്രയും നേരത്തെ കട വിമുക്തനാവുകയാണ്. അതാണ് ഞാൻ ലോൺ എടുക്കണം, വീട് മേടിക്കണം എന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ചെയ്യാനുള്ളൊരു സജഷൻ കൊടുക്കുന്നത്. അല്ലാതെ അതിലും എത്ര നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം ലോൺ എടുത്ത് സ്ട്രെച്ച് ചെയ്ത് EMI കൊടുത്ത് 500 രൂപ പോലും സേവ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈവൻ ശരിക്കും അത് പ്ലാനിങ്ങിൽ വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും എത്ര കംഫർട്ട് EMI അവർക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ EMIയുടെ ഒപ്പം പാരലലി SIP ചേർന്ന് കഴിഞ്ഞാൽ
ഒന്നില്ലെങ്കിൽ ലോങ് ടൈമിൽ കണ്ടിന്യൂ ചെയ്തിട്ട് അതിൽ നിന്നൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് 15 വർഷം കൊല്ലം കൊണ്ട് ആ ലോൺ അടച്ചു തീർക്കാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഒരു വിൻഫോൾ നമ്മൾ പറയുമല്ലോ, പെട്ടെന്ന് ഒരു ഇൻഹെറിറ്റൻസ് വന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, ഇപ്പോൾ പല പ്രൈവറ്റ് കമ്പനിയിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു ഇൻസെൻറ്റീവോ അല്ലെങ്കിൽ ഒരു ബോണസോ എന്തെങ്കിലും കമ്പനി നന്നായി ചെയ്താൽ വന്നു, അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ ലോൺ എമൗണ്ട് കുറയ്ക്കാൻ നോക്കുക. അപ്പോഴും നമ്മുടെ നമ്പർ ഓഫ് ഇയേഴ്സ്, നമുക്കിപ്പോൾ 1 ലക്ഷം രൂപ കിട്ടി, ഒരു ഔട്ട്സ്റ്റാൻഡിങ് 12 ലക്ഷം ആണെങ്കിൽ പോയി ആ 1 ലക്ഷം അതിലടച്ച് ഉടനെ തന്നെ അതൊരു ടിവിയോ ഫ്രിഡ്ജോ മാറ്റാൻ ഓടാതെ ആ ലോൺ തിരിച്ചടച്ചാൽ അത്രയും ബെസ്റ്റ് എന്നേ ഞാൻ പറയുള്ളൂ. എസ്പെഷ്യലി ഇനീഷ്യൽ ടൈമിൽ അടയ്ക്കാൻ പറ്റുക അത്രയും നല്ലത്. കറക്റ്റ്, ബിക്കോസ് അത്രയും നമ്മുടെ പ്രിൻസിപ്പിൾ നമുക്ക് കുറഞ്ഞ് കിട്ടുകയാണ്. ഇവൻ അതേപോലെ തന്നെ നമ്മൾ ഈ വീടിനൊപ്പം തന്നെ ഇതിൽ നമ്മൾ ഒത്തിരി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമുണ്ട് അതിനെ പറ്റിയിട്ട്. പക്ഷേ ആ പ്ലാനിങ്ങിൽ എത്രമാത്രം സീരിയസ് ആയിട്ട് കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പോൾ മാം പറഞ്ഞതെന്ന് മനസ്സിലാവുന്നത്. ഇതേപോലെ തന്നെ കാർ വാങ്ങുന്ന ടൈമിൽ നമുക്കെന്തോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു പെർ ഹൗസ് കാർ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്കായിരിക്കണം നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റ് നോക്കണമെന്നുണ്ടെങ്കിൽ. എന്നാൽ അതിൽ ഒരു 80 to 90% ലോണിലാണ് ആൾക്കാർ വാങ്ങുന്നത്. അപ്പോൾ ഇതിലൊരു പ്ലാനിങ്ങിൽ വന്നിട്ട് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഒരു ബെസ്റ്റായിട്ട് നോക്കിയിട്ട് എത്രയും പെട്ടെന്ന് കാറ് സ്വന്തമാക്കാൻ പറഞ്ഞാൽ? നമ്മുടെ ഒരു ആഡംബര കാറ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരു വളരെ എന്താ അതിന് പറയുക, അത് വളരെയധികം ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ നമുക്കത് വളരെയധികം ഒരു ഇമോഷണൽ ഇതുള്ള ഒരു കാര്യമാണ് കേരളത്തിൽ വണ്ടികൾ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ അതിനെക്കുറിച്ച് കമ്പനികളെക്കുറിച്ച് പഠിച്ചാലും പലരും അവരുടെ ഫസ്റ്റ് മോഡൽസൊക്കെ ട്രൈ ചെയ്യുന്നതും കേരളത്തിലാണ്, ബിക്കോസ് ഇവിടെയാണ് അത് വിൽക്കുന്നത്. അപ്പോൾ ആ ഒരു മലയാളിക്ക് കാറിനോട് ഉള്ള ഒരു ക്രേസ് കൊണ്ടാണ് അത് പറയുന്നത്. പക്ഷേ അത് ലോൺ എടുത്ത് മേടിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എസ്പെഷ്യലി ഒരു വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറുകളൊക്കെ, ഇപ്പം നമുക്കൊരു 4 വീലർ വേണം, ഒരു ഫാമിലിക്ക് വേണം, നമുക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചെലവിൽ ഒതുക്കുന്ന ഒരു സാധാരണ ഒരു വണ്ടി മേടിക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് വളരെയധികം EMI കൊടുത്ത് ഒരു ഹൈ എൻഡ് മോഡലൊക്കെ മേടിച്ച്, കാരണം കാർ ഒരു ഡിപ്രീഷിയേറ്റിംഗ് അസറ്റാണ്. അതാണ് ഈ നമ്മൾ സംസാരിക്കുന്ന എല്ലാ നിഖിലൊരു പ്രാക്ടിക്കൽ ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ നിന്ന് പറയുകയാണ്. പക്ഷെ അത് പലപ്പോഴും കേൾക്കുമ്പോൾ ഒരാളുടെ ഇമോഷനെയും കൂടെ നമ്മൾ കുറച്ച് ചാലഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. നമ്മൾ ഷോയിൽ പറയുമെങ്കിലും നിഖിൽ ആസ് എ പ്ലാനർ യു നോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഈസി. ഭയങ്കര ബുദ്ധിമുട്ടാണത്. കാരണം ഒരു ക്ലയൻറ്റ് അതിന് സമ്മതിക്കേണ്ടത്, അല്ലെങ്കിൽ 2 പേര് വരുമ്പോൾ ഒരാൾക്ക് അതിനോടായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ളത്, അപ്പോൾ വേറൊരു പാർട്ട്ണറും അത് കുറച്ച് മതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ ഡിപ്രീഷിയേറ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്നത് വിൽക്കാൻ പോയാലും നമ്മൾ കൊടുത്ത പൈസയുടെ പകുതി പോലും കിട്ടാത്ത ഒരു അസറ്റാണ് അത്. അപ്പോൾ അതിൽ നമ്മൾ ലോണും കൂടി എടുത്ത് മേടിക്കുകയാണ്. അപ്പോൾ ഒരു 20 ലക്ഷം രൂപയുടെ കാറ് മേടിച്ചു ഓൺ ലോൺ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ 5 കൊല്ലത്തെ ലോണാണെങ്കിൽ നമ്മളതിന് തിരിച്ചടയ്ക്കുന്ന 20 ലക്ഷം രൂപയല്ലല്ലോ, 25 ലക്ഷം ഉണ്ടാവും. അത് അന്ന് വിൽക്കുന്ന ടൈമിൽ പകുതി വിൽക്കാൻ പറ്റുള്ളൂ. അതാണ്. അപ്പം ഞാൻ എൻ്റെ 5 കൊല്ലത്തെ ലോൺ അടച്ച് ആ EMI അടച്ച് 25 ലക്ഷം മൊത്തം ചിലവാക്കിയ ഒരു സാധനത്തിൻ്റെ വില എന്ന് പറഞ്ഞ് കിട്ടുന്നത് 12.5 ലക്ഷം രൂപയോ 10 ലക്ഷം രൂപയോ ആയിരിക്കും. ആകെ എനിക്കൊരു എൻജോയ്മെൻ്റ് ഉണ്ടായത് ആ 5 കൊല്ലം ഞാൻ ആ കാർ ഓടിച്ചു, 4 പേര് എന്നോട് പറഞ്ഞു നിങ്ങൾക്കൊരു വലിയ കാറുണ്ടല്ലോ എന്ന് കണ്ടു, ഒരു തംസപ്പ് കിട്ടി എന്നുള്ളതാണ് നമ്മളതിൽ നിന്ന് എൻജോയ് ചെയ്യുന്നത്. ആ ഒരു എൻജോയ്മെൻറ്റിന് ഒരു വിലയിടാൻ പറ്റുന്നില്ല. പക്ഷെ അതിനെ നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് 25 ലക്ഷമോ 20 ലക്ഷത്തിൻ്റെയോ കാറ് മേടിക്കാതെ ഒരു 10 ലക്ഷത്തിൻ്റെ കാറ് മേടിച്ചാൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ ലോൺ നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്രയും ആഗ്രഹം ഉണ്ടെങ്കിൽ ഇന്നേ ഒരു SIP തുടങ്ങി 5 കൊല്ലം കൊണ്ടോ 6 കൊല്ലം കൊണ്ടോ ഒരു പൈസ ഉണ്ടാക്കി മൊത്തം 20 ലക്ഷം രൂപ കൊടുത്തൊരു കാറ് മേടിക്കുക. അങ്ങനെയാണെങ്കിലും നമുക്കതിന് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് വരുന്നില്ല. പക്ഷെ ഇത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. എത്ര കൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് ഇൻഡിവിജ്വൽസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, നമ്മൾ ഇതിൽ നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ക്ലിയർ ആയിട്ട് നമ്മൾ സംസാരിച്ചു എങ്ങനെ കുട്ടികളുടെ കാര്യത്തിന് എഡ്യൂക്കേഷൻ ആയാലും മാരേജ്, അതേമാതിരി വീടിൻ്റെ കാര്യത്തിൽ കാറിൻ്റെ കാര്യത്തിലും എങ്ങനെ പ്ലാൻ ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇനി പ്രധാനമായിട്ടുള്ള റിട്ടയർമെൻറ്റ് അതെനിക്ക് തോന്നുന്നു അടുത്തൊരു എപ്പിസോഡായിട്ട് പറഞ്ഞായിരിക്കും കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് റിട്ടയർമെൻറ്റ് ദൂരം ഉള്ളതുകൊണ്ട് സെഷനും കുറച്ച് കാര്യങ്ങൾ നമുക്കതിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സീരീസിൽ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ കുറിച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ശരി, താങ്ക് യു.